ഖുർആനിൽ 3 സൂക്തങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ചരിത്രം പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഖ്സുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറുൻ. അവിടെയാണ് നമ്മൾ പോയത്. അവർക്ക് നിങ്ങൾ ചരിത്രം പറഞ്ഞു കൊടുക്കുക. എന്തിന്? അങ്ങനെ ചരിത്രം പറഞ്ഞു കൊടുത്താൽ അത് അവരിങ്ങനെ ആ വിഷയത്തിൽ കൂടുതൽ ആലോചിച്ചേക്കാം. അഥവാ ഒരു തോട്ട് പ്രോസസ്സ് ഈ ഒരു ചരിത്രം കേൾക്കുന്നതിലൂടെ സ്വാഭാവികമായിട്ട് ഉണ്ടായേക്കാന്ന് പറയുന്നത്. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചരിത്രം കേട്ട് അതിങ്ങനെ ചിന്തിച്ചാൽ എന്ത് ഗുണങ്ങളാണ് ഉണ്ടാവുക? അതും വേറൊരു സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. അപ്പോൾ അതിൽ പറയുന്നത് ഖുർആനിൽ അള്ളാഹു ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രങ്ങളിലൊക്കെ അത് പഠിക്കുന്നവർക്ക് ഗുണപാഠങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ചരിത്രം കേട്ടാൽ അത് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇനി ഈ ചരിത്രമൊക്കെ പഠിച്ച് ചരിത്രത്തെക്കുറിച്ച് ആലോചിച്ച് അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ എന്താ ഉണ്ടാവുക? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. പ്രവാചകന്മാരുടെ ചരിത്രം നാം താങ്കൾക്ക് പറഞ്ഞു തന്നു. എന്തിന്? താങ്കളുടെ ഹൃദയത്തിനൊരു സ്ഥൈര്യം ലഭിക്കാൻ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രവാചകന്മാരാകുന്നവർ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ. ആ സന്ദർഭത്തിലൊക്കെ ഒരു മാനസിക സ്ഥൈര്യം ലഭിക്കാൻ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ചാൽ